ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വിഷുവിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. വിഷു ആശംസകൾ എല്ലാ കൂട്ടുകാർക്കും. അങ്ങനെ വിഷുവിൻ്റെ തലേ ദിവസം ഞായറാഴ്ച നമ്മൾ ഷോപ്പിങ്ങിന് പോയ വിശേഷങ്ങളാണ് കേട്ടോ. നമ്മൾ പോയത് അൽക്കൂസ് മാളിലെ അൽമദീനയിലാണ്. ഉച്ചയ്ക്കാണ് പോയത്. നല്ല വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ ശിവക്കുട്ടൻ ഫാദറിനെ വെയിറ്റ് ചെയ്ത് നിന്നാണ്. വേണ്ട ഫാദർ നമുക്ക് ഡോറടഞ്ഞ് അച്ഛൻ തുറന്നതാന്ന് പറഞ്ഞ് അച്ഛനെ കൊണ്ട് പിന്നെ രണ്ടുപേരും ഓപ്പൺ ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഷോപ്പിലോട്ട് പോയാണ്. ശിവക്കുട്ടനും ഫാദറും ബ്ലാക്ക് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഫാദർ പറയും മാച്ചിന് മാച്ച്, ശിവ മാച്ചിന് മാച്ച്, ഇങ്ങനെയാണ് ഫാദർ പറയാറുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് ഷോപ്പിൽ വിഷയമൊക്കെ ആയതുകൊണ്ടും ഞായറാഴ്ച ആയതുകൊണ്ടും തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇതുപോലെ ബാഗൊക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. ചില ദിവസങ്ങളിൽ മറന്നു പോകും. അപ്പോൾ അവിടെ നിന്ന് കവർ മേടിക്കണ്ട, മറ്റേത് കവറിനോട് പൈസ കൊടുക്കണം. അതുകൊണ്ട് ഇങ്ങനെ ബാഗായിട്ട് ആണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഒരു ട്രോളി എടുത്തപ്പോഴത്തേക്ക് ആ ട്രോളി എന്തോ കംപ്ലൈൻ്റ് എന്ന്. അങ്ങനെ അടുത്ത ട്രോളി എടുത്തു. ഇനിയിപ്പോൾ ശിവക്കുട്ടനും ഭദ്ര ഇതിലൊക്കെ കയറി ഭയങ്കരമായിട്ടിരിക്കും. അങ്ങനെ ഇരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അവരെ ഷോപ്പിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് രണ്ടും ചാടി ഇറങ്ങും. എന്തോ പിന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അച്ഛൻ എടുക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ബില്ല് ചെയ്ത് കൊണ്ടൊക്കെ വയ്ക്കും. വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ബില്ല് ചെയ്ത് വെക്കണമല്ലോ, എത്ര കിലോ ഉണ്ട്, എത്ര ഇതാണെന്നൊക്കെ ബില്ല് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയിൽ ഓട്ടവും ചാട്ടവും ബഹളവും, എനിക്കത് വേണം ഇത് വേണമെന്ന് പറഞ്ഞൊക്കെ എടുക്കും. ഫ്രൂട്ട്സിൽ അവൻ കഴിക്കത്തുമില്ല, അങ്ങനെയൊക്കെ എടുക്കാൻ നോക്കും അവനോളും. പിന്നെ ചില ദിവസങ്ങൾ ബനാനയൊക്കെ ബില്ല് അടിച്ച് രണ്ടുപേരും കൂടി ഇരുന്ന് കഴിച്ച് മിണ്ടാതിരുന്നോളും. അങ്ങനെയാണ് അവരെ കാര്യങ്ങൾ. പക്ഷേ ബിസ്ക്കറ്റും ചോക്ലേറ്റൊന്നും അങ്ങനെ പെട്ടെന്ന് മേടിക്കാറില്ല കേട്ടോ. പിന്നെ അഥവാ ബില്ലടിക്കാൻ പോകുമ്പോഴത്തേക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇതിൽ ആരെങ്കിലും ഒരാൾ നല്ല രീതിയിൽ കരഞ്ഞ് ഇതാക്കി ചിലപ്പോൾ എടുക്കും. അല്ലെങ്കിൽ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് എടുപ്പിക്കും. അപ്പോൾ നമ്മൾ മൂന്നുപേരും കൂടി അടിപൊളി തിന്നും കേട്ടോ. ഇത് കണിക്കൊന്ന പൂവ്, അതിൻ്റെ പ്രൈസാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അങ്ങനെ വിഷു ആയതുകൊണ്ട് തന്നെ ആദ്യമേ നമ്മൾ കണിക്കൊന്ന പൂവ്, കണി വയ്ക്കാനുള്ള മാങ്ങ ഇതൊക്കെ നോക്കിയാൽ, അപ്പോൾ ഇലയും ഞെട്ടുമൊക്കെ ഉള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എടുക്കണോ, ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പിള്ളേർ അത് ഇല്ലാതാക്കൂലേ, അതിൽ കയറി ഇരുന്ന് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിൽ നോക്കുമ്പോൾ 2 മാങ്ങയും ഇലയും കൂടി നോക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കിട്ടുന്നില്ല. 2 മാങ്ങ ഉള്ളപ്പോൾ ഇലയില്ല, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ, ഇതൊന്നും കിട്ടി. അങ്ങനെ അത് തന്നെ ഫൈനൽ എടുത്തു. അങ്ങനെ അതൊക്കെ എടുത്തു. ശിവക്കുട്ടൻ എന്തോ അതിനിടയ്ക്ക് അച്ഛന് ഇഷ്ടപ്പെട്ട നാടൻ തൈര് അത് രണ്ടുപേരും കൂടി എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പൺ ചെയ്തയാ എന്നൊക്കെ അതിൻ്റെ അടുത്ത് പറഞ്ഞ് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ 2 മാവിലയും കൂടി പറക്കിയൊക്കെ ഇട്ടു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ ഞാൻ ചിപ്സും ഉപ്പേരി ഒക്കെ കണ്ടു. വിഷു ആയതും കൊണ്ട് സദ്യ ഒരുക്കാമല്ലോ, അത് നമ്മൾ 2 പാക്കറ്റ് എടുത്തു. ബനാന ലീഫ്, വാഴയില എടുത്തു. എത്ര എണ്ണം വേണം എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പോൾ ഒരു വാഴയിലേക്ക് 1 ദിറമാണ് കേട്ടോ. അത് 5 എണ്ണമാണ് ഒരു ഇതാക്കി വെച്ചിരിക്കുന്നത്, 5 ദിറം. പിന്നെ കണി വെള്ളരിക്ക എടുത്തു. കണി കാണാൻ എടുത്തു. 2 എണ്ണം എടുക്കാം, നിനക്ക് സാമ്പാറും പച്ചടിക്കൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ അതും പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പില, അങ്ങനെ കറിവേപ്പില എടുത്തു. കറിവേപ്പില 1 ദിറം, ചിലപ്പോൾ 2 ദിറം ഒക്കെ ആയിരിക്കും. പിന്നെ ചേന, ഇത് സംഭവങ്ങളൊക്കെ എടുത്തു. എനിക്ക് ചേനയൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തിനാണ് അതൊക്കെ എടുക്കണേ. അപ്പോൾ അത് കൊണ്ട് ബില്ലടിച്ചില്ലായിരുന്നു. അങ്ങനെ ശിവക്കുട്ടനെ കൊണ്ട് ബില്ലടിച്ചിട്ട് വാ മോനേന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ശിവക്കുട്ടൻ ഈ ക്യൂ നിൽക്കുമ്പോഴത്തെ ചെന്ന് ഇങ്ങനെ ബില്ലടിക്കണേന് അവർ വഴക്ക് പറഞ്ഞു ശിവക്കുട്ടനെ. അപ്പോൾ ശിവക്കുട്ടൻ്റെ അടുത്ത് അമ്മ പറഞ്ഞ്, ഞാൻ പറഞ്ഞു ക്യൂ നിന്ന് വേണം മോൻ ബില്ലടിക്കാൻ. അവർ ഓരോ സാധനം പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് അച്ഛൻ എടുക്കുമ്പോഴത്തേക്ക് ശിവക്കുട്ടൻ ഇങ്ങനെ പോയി ബില്ലടിക്കും. അപ്പോൾ അവിടെ ആൾ നിൽക്കുകയില്ലേ. അപ്പോൾ അവൻ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് അവിടുത്തെ ചേച്ചി അവനെ വഴക്ക് പറഞ്ഞു. ഇങ്ങനെ കുറേ നേരം ആയല്ലോ, എൻ്റെ അടുത്താണ് പറഞ്ഞത് കുട്ടി ഇങ്ങനെ മനഃപൂർവ്വം പറഞ്ഞു വിടുന്നതാണോന്ന്. ഞാൻ പറഞ്ഞ അല്ല, അവൻ ഓടി വരുന്നതാണ്. ഇത് കൈതോന്നിയല്ലേ, ഞാൻ കൈതോന്നിയാണെന്നും പറഞ്ഞ് വാങ്ങിച്ച് എണ്ണയൊക്കെ കാച്ചി. നിങ്ങൾക്കൊക്കെ എന്ത് തോന്നുന്നു കണ്ടിട്ട്? അത് ശ്രീലങ്കക്കാരുടെ എന്തോ ലീഫെന്നും പറഞ്ഞാൽ അത് ഭയങ്കര ഇതായിട്ട് വെച്ചിരിക്കണം. ഞാൻ കൈതോന്നിയെന്നും പറഞ്ഞ് ഞാൻ മേടിച്ച് എണ്ണ കാച്ചി. പിന്നെ ചക്കയുടെയൊക്കെ റേറ്റ് ഉണ്ട്. പഴുത്ത ചക്കയൊക്കെ ഉണ്ട്, 1 കിലോ 11 ദിറമാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത അൽക്കേ മാളിൽ വന്നു. ചക്ക വാങ്ങിച്ചു.
പിന്നെ ലുലുവിലോട്ട് വന്നു കേട്ടോ, ശിവക്കുട്ടനൊരു മുണ്ട് മേടിക്കാൻ വേണ്ടിക്ക്. ലുലുവിൽ വന്നപ്പോഴാണ് കറക്റ്റ് വിഷുവിൻ്റെ ഫീലിങ്സൊക്കെ വന്നത്. എല്ലാം നല്ല സൂപ്പറായിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് ആ വിഷു എന്നുള്ള ഒരു ഇതൊക്കെ സൂപ്പറായിട്ട് തോന്നുന്നത്. വിളക്കും കിണ്ടി എല്ലാം അവിടെ ഒരു ഏരിയ ഫുള്ളും ഇങ്ങനെ സാധനങ്ങളെല്ലാം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. മൺചട്ടികൾ, മൺപാത്രങ്ങൾ, കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ, ഫോട്ടോസ്, ചിരട്ടത്തവി, ഇതൊക്കെ ലുലുവിലാണ്. പിന്നെ ബനാന, എല്ലാ സാധനങ്ങളും കാണിക്കാനുള്ള എല്ലാ സാധനങ്ങളൊക്കെ സൂപ്പറായിട്ട് വിഷുവിന് ഫീലിങ്സ് അവിടെ ചെന്നപ്പോഴുണ്ടായി. ഇത് പായസം വീഡിയോയിലൊക്കെ എല്ലാവരും കണ്ടില്ലേ, ക്യാരറ്റ് സേമിയ പായസം, ഈന്തപ്പഴ പായസം, അങ്ങനെ എല്ലാവിധ പായസങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വിഷു തലേ ദിവസത്തെ വിശേഷങ്ങൾ. ഇത് നമ്മൾ വിഷുവിനൊരുക്കിയ സദ്യയാണ് കേട്ടോ. ഇതിൻ്റെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പെട്ടെന്ന് കാട്ടിക്കൂട്ടിയതാണ്. ഇതാണ് നമ്മുടെ വിഷു സദ്യ എന്ന് പറയുന്നത്. ഇതിൽ സേമിയ പായസം വരുന്ന കേട്ടോ, അതോടെ എടുത്ത് വെക്കാനുള്ള മറന്നുപോയി. അപ്പോൾ ഓക്കെ ബൈ, എല്ലാ കൂട്ടുകാർക്കും വിഷു ആശംസകൾ.